ഹലോ, ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളൊരു യാത്രയുടെ ഭാഗമായിട്ട് കോട്ടയത്ത് വന്നതാണ്. കോട്ടയത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാണ്ട്, അങ്ങനെ അതിനു വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ പോകാൻ പോകുന്നത് മലരിക്കലാണ്. മലരിക്കൽ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ രാവിലെ അവിടുന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി ഞാൻ അവിടെ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് എനിക്ക് ഒരു ബസ് കിട്ടി. ഡയറക്റ്റ് അങ്ങോട്ടേക്കുള്ള ബസ്സാണ്. അങ്ങോട്ടേക്ക് ഒരുപാട് ബസ്സൊന്നുമില്ല, 1-2 ബസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ഒരു 3/4 മണിക്കൂർ ഓടുമ്പോഴൊക്കെ അവർ സർവീസ് നടത്തുന്നതാണ്. ഞാൻ പോയത് ഒരു ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ടൗണിൽ അത്യാവശ്യം കാര്യങ്ങൾ കുറവായിരുന്നു. ബസ്സിലും തീരെ ആളില്ലായിരുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി ഏകദേശം ഒരു 1-2 കിലോമീറ്റർ വരെ ഞാൻ മാത്രമേ ബസ്സിലുണ്ടായിരുന്നുള്ളൂ. ഏകദേശം അവിടെ എത്താൻ ഒരു 20 മിനിറ്റോളം ടൈമുണ്ട്. 18 രൂപയാണ് മലരക്കല്ല ചാർജ് വരുന്നത് ബസ്സിൻ്റെ. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം പോയതിന് ശേഷം ആൾക്കാർക്ക് കയറാൻ തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം ബസ്സിൽ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ഫുള്ളായിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ അധികമൊന്നുമില്ല. ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ അധികം ബസ്സിൽ ആൾക്കാരോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടുള്ള യാത്ര വളരെ കംഫർട്ടബിളായിരുന്നു. കാരണം വെച്ചാൽ ആൾക്കാരും കാര്യങ്ങളൊക്കെ അത്രയും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന പുറത്തെ കാഴ്ചകൾ ഗംഭീരമായിരുന്നു. കാരണം ഞാൻ കണ്ണൂരെ ആളായതുകൊണ്ട് തന്നെ കോട്ടയത്ത് പോയത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കണ്ണൂരൊക്കെയാണ് ഒരു ചെറിയ ഗ്രാമപ്രദേശങ്ങൾ പോകുന്നത്, ഒരുപാട് കുന്നും അല്ലെങ്കിൽ വയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് സ്ട്രൈറ്റ് റോഡാണ്. ഇവിടെ കുന്നോ ഇറക്കങ്ങളോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. എനിക്കൊരു ബസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തോന്നി. അത്യാവശ്യം ബസ് കണ്ടക്ടറൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പെരുമാറും കാര്യങ്ങളും ചെയ്യുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലുള്ള മലരിക്കല്ല് വരുന്നത്. മലരിക്കല്ല് എന്ന് വെച്ചാൽ ഇവിടുത്തെ അത്രയും ടോപ്പായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. കാരണം ഞാനീ പോകുന്ന സമയത്തല്ല, ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മന്തിലാണ് നമുക്ക് മലരിക്കല്ല് പോകേണ്ടത്. അപ്പോഴാണ് ആമ്പൽ കാര്യങ്ങൾക്ക് മെയിൻ ആമ്പൽ ടൂറിസമാണ്. ശരിക്കും ആ ഒരു മാസം എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം ഏകദേശം ടോപ്പ് ലെവലിലോട്ട്, എന്ന് വെച്ചാൽ അത്രയും നമ്മുടെ കണ്ണിന് കുളിർമയാകുന്ന ആ ഒരു രീതിയിലോട്ട് ആ ഒരു പ്രദേശം മാറും. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് റീൽസിലും അതേപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് ചൂസ് ചെയ്തത്. കോട്ടയം പോയപ്പോൾ തന്നെ അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി. ഏകദേശം ഇല്ലിക്കൽ ആ ഒരു ഗ്രാമപ്രദേശം ഉണ്ട്, ആ ഒരു ഏരിയയിലോട്ട് എത്താറായി. അത് എനിക്ക് ഇവിടുന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നൊരു 1 കിലോമീറ്റർ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് മലരിക്കൽ ഏരിയയിലോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം ഇല്ലിക്കൽ ടൗണിലോട്ട് കയറി. ഇവിടുന്ന് നേരെ ചേർത്തല അതേപോലെ തന്നെ കുമരകം അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നമുക്ക് ഇടത് സൈഡിലോട്ടാണ് പോകേണ്ടത്. സ്ട്രൈറ്റ് അങ്ങോട്ടേക്കുള്ള ബസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇല്ലിക്കൽ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ്. ചെറിയൊരു ടൗൺ എന്നുള്ള ഗ്രാമപ്രദേശമാണ് പോലെ തന്നെ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ്. ഏകദേശം ഈ ഒരു പാലം കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം മലരിക്കലിലോട്ട് എൻ്റർ ചെയ്യും. ഇവിടെ ഒരു ചെറിയൊരു ടൗൺ വരുന്നുണ്ട്. ആ ടൗൺ കഴിഞ്ഞാൽ ഏകദേശം ഒരു അത്രേ വരുന്നുള്ളൂ, 100 മീറ്റർ അങ്ങനെ മലരിക്കലോട്ട് വരുന്നുള്ളൂ. ഈ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളി സംഭവമാണ്. മഴക്കാലമാകുമ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയുടെ ഡിഫറൻസ് തന്നെ മാറിപ്പോകും. അത്യാവശ്യം ആ ഇല്ലിക്കൽ നമ്മൾ വന്ന ഇല്ലിക്കൽ ടൗണിലടക്കം നല്ലൊരു മഴ പെയ്താൽ അത്യാവശ്യം വെള്ളം കയറുന്ന ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ ഈ ഏരിയയിലൊക്കെ ഒരുപാട് ചേഞ്ചസ്, എന്ന് വെച്ചാൽ യഥാർത്ഥ പച്ചപ്പ് ആ ഒരു മഴയുള്ള സമയത്താണ് വരിക. നമുക്ക് ഈ ടൗണിൽ നിന്ന് ഇടത്തോട്ടൊക്കെ നമുക്ക് പോകേണ്ടത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ ജീവിതം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം അധികം ടൗണും അല്ല, എന്നാൽ പിന്നെ വലിയ ടൗണും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെയാണ്. അത്യാവശ്യം കടകളും കാര്യങ്ങളും അത്യാവശ്യം നല്ലപോലെ ആൾപ്പാർക്കുള്ളൊരു ഏരിയയാണ്. സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ മലരിക്കലൊക്കെ എൻ്റർ ചെയ്യാനായി. അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് മലരിക്കൽ ആ ഒരു ഗ്രാമത്തിലോട്ടാണ്. മലരിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും വലിയൊരു പാടമാണ്. ആ പാടത്ത് വരുന്ന കാറ്റുകളും കാര്യങ്ങളൊക്കെ അത് ചുമ്മാ ഇരിക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ സംഭവം ഏകദേശം നമ്മൾ മലരിക്കലെത്തി. ഈ ഒരു പാലം ഇറങ്ങി നേരെ പോകുന്നത് മലരിക്കലാണ്. മലരിക്കലിലെ കൊച്ചു ഗ്രാമത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കാഴ്ചകളൊക്കെ മാറുവാണ്. ഏകദേശം നമ്മൾ മലരിക്കൽ എൻ്റർ ചെയ്തു. എന്ന് പറയുക അത്രയും വലിയൊരു ഏക്കർ കണക്കിന് പാടശേഖരമാണ് ഈ ഒരു ഏരിയയിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. സൺസെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് സംഭവമാണ്. ഒരു വൈകുന്നേരം അതേപോലെ നല്ല രാവിലെയൊക്കെ വന്നിട്ടൊക്കെ ഒരു അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് ഒരുപാട്.
സംഭവം ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് തന്നെ മല്ലരിക്കല്ലാണ്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഞാനും 1-2 പേര് മാത്രമേ ഇനിയിപ്പോൾ ബസ്സിലുള്ളൂ. സത്യം പറഞ്ഞാൽ പോയതുകൊണ്ട് എനിക്ക് വലിയൊരു ലാഭം തന്നെ ഉണ്ടായത്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അത്രയും അടിപൊളി ഭംഗിയാണ് എനിക്ക് അവിടെ ആ ഒരു ഏരിയയിൽ കിട്ടിയത്. ഞാൻ വിചാരിച്ചതിന് ഞാനിപ്പോൾ യൂട്യൂബിൽ റീൽസൊന്നും എല്ലാം കണ്ടതിനേക്കാളും അടിപൊളിയാണ് ഈ ഒരു ഗ്രാമം. പക്ഷേ ഈ ഒരു ബസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് ഇതാട്ടോ. ഇവിടെ നിന്ന് സ്റ്റോപ്പ് കാര്യങ്ങൾക്ക് ഇനി വേറെ സർവീസ് ഒന്നുമില്ല. ഞാൻ തിരിച്ച് നേരെ മരലക്കോട്ട് പോകും. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ആ ഒരു ഏരിയ അത്യാവശ്യം ഞാൻ നല്ലപോലെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ചുമ്മാ ഇരിക്കുക, നല്ല വെയിലാണ് പോലെ അവിടെ ചുമ്മാ ഇരിക്കുക ഭയങ്കര രസമാണ്. നമുക്ക് ബാക്കി ഇതിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം. നമ്മൾ വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ലെവലിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. കാരണം എനിക്ക് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. ഏകദേശം എൻ്റെ ഗാലറി ഞാനങ്ങ് നിറച്ചു വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ. കാരണം വീഡിയോ എടുത്ത് നമുക്ക് മതിയാകുന്നില്ല, അവിടെ നിൽക്കാൻ തന്നെ. നല്ല വെയിലായിരുന്നു. ഞാൻ ഒരു പോയ സമയത്ത് ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ വെയിലോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അവിടുത്തെ കാറ്റ്, കാരണം ഏക്കർ കണക്കിന് വലിയ കടൽ പോലെ കിടക്കുന്ന പാടശേഖരമാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കാറ്റ് കൊണ്ട് തന്നെ എനിക്കങ്ങനെ നല്ല ടയേർഡോ അല്ല ഒന്നും കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ തോന്നിയിട്ടില്ല. ഇഷ്ടംപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ശരിക്കും ഇവരവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതി ഭയങ്കരമാണ്. 2 സൈഡും പാടവും. അതേപോലെ തന്നെ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ പൊതുവെ നമ്മൾ ഒരു ടൗൺ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ റോഡ് കാര്യങ്ങളൊക്കെ വളരെ മോശമായിരിക്കും. പക്ഷേ ഇവർ എല്ലാം സെറ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് മരവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ ആ മരങ്ങളൊക്കെ ഇപ്പോൾ ഇല്ല. അവിടുത്തെ ഒരു കടയിൽ നമ്മൾ ഒരു സോഡാ സർബത്തൊക്കെ കുടിച്ചു. ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി. അതിൻ്റെ ഏരിയയിലോട്ട് കുറച്ചും കൂടി ഒരു സ്ഥലം കാണാനുണ്ടായിരുന്നു. കാരണം 6 ഇനി ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ ഒരു ഗുരുമന്ദിരം ഉണ്ടായിരുന്നു. ആ ഗുരുമന്ദിരത്തിൻ്റെ സമീപത്തായിട്ട് നമുക്ക് 6 കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങും. ഇവിടുന്ന് അങ്ങോട്ടും സംഭവം അടിപൊളി കാഴ്ചയാണ്. കാരണം എനിക്ക് അവിടുന്ന് പോകാനേ ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒത്തിരി സംഭവമായിരുന്നു. സംഭവം ഞാനവിടെ ഒരു വീടൊക്കെ വെച്ചിട്ട് താമസിച്ചിരുന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നമുക്ക് ഏത് ടൈമിലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം അത്രയും രസമാണ്. ചുമ്മാ വന്ന് ഇങ്ങനെ നിൽക്കുക ഭയങ്കര രസമാണ്. ഇവിടെ നമുക്ക് 6 കാര്യങ്ങൾക്ക് ഒരുപാട് വീട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഏരിയയിലൂടെ താമസിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലക്കിയാണ്. കാരണം ഇവിടുത്തെ നാട്ടുകാർ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. കാരണം കണ്ണൂർ എനിക്ക് ഇങ്ങനത്തെ പ്രദേശങ്ങളോ കാര്യങ്ങളൊക്കെ കുറവാണ്, ഉണ്ടാവും ആ ഏരിയയിലൊക്കെ. പക്ഷേ ഇവിടുന്ന് വേറെ തന്നെ ഒരു വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെയാണ്. കാരണം ആലപ്പുഴ, കോട്ടയം ഈ ഒരു സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാര്യങ്ങൾ കാണാൻ പറ്റും. ഏകദേശം നമ്മൾ അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ കാര്യങ്ങൾക്ക് അവിടെ ചിലവൊക്കെ നമ്മൾ നേരെ തിരിച്ച് വന്നു, ടൗണിലോട്ട് നമുക്ക് 5 മണി വരെ ടൈം ഉണ്ടായിരുന്നു. തിരിച്ച് എനിക്ക് കണ്ണൂരേക്കുള്ള ബസ് വരുന്നത് 6 മണിക്കാണ്. അങ്ങനെയൊക്കെ വൈകുന്നേരം ആയി. നമ്മൾ തിരിച്ച് നേരെ ബസ്സിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ബസ്. പിന്നെ